തൗഫീഖ് രാജൻ, ഈ പത്തനംതിട്ട ജില്ലയെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഓർമ്മ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ട് ഇന്ന് എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ. മാത്രമല്ല തിരുവനന്തപുരത്തെത്തി വക്കാലത്ത് ഒപ്പിട്ടു. ഒരു RSS നേതാവിനാണ് വക്കാലത്ത് നൽകിയെന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് ഐക്യജനാധിപത്യ മുന്നണിക്കും ടീം UDF-ഉം ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾ പൂർണ്ണ കോൺഫിഡൻ്റ് ആണ്. കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൃത്യമായിട്ടുള്ള ഏകോപനത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണയം അടക്കം പൂർത്തിയാക്കി പ്രചാരണ പ്രവർത്തനങ്ങളിലടക്കം വളരെ കൃത്യവും വ്യക്തമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരം രാഹുൽ ഒരു തിരിച്ചടിയാവുന്ന ചോദിച്ചത് രാഹുൽ മാങ്കൂട്ട്. ഞാൻ അതിലേക്ക് വരാം. തിരുവനന്തപുരത്ത് K ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ കോർപ്പറേഷനുകളിലും മികച്ച രീതിയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി, നഗരസഭകൾ നടത്തി, പഞ്ചായത്തുകൾ നടത്തി കൃത്യമായ അതിനപ്പുറത്ത് തിരുവനന്തപുരത്ത് നിരവധി സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവ വികാസങ്ങൾ മാറ്റി നിർത്തിയാൽ ഇവിടെ CPM-ന്റെ ഗതികൾ അടക്കം ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങ് ചോദിച്ചു രാഹുൽ മാങ്കൂട്ടം വിഷയം. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം രാഹുലിൻ്റെ ജന്മനാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സ്വാഭാവികമായും ഈ രാഹുലിൻ്റെ മാത്രം ജന്മനാടല്ല, രാഹുലിന് വേണ്ടി ഈ ഗർഭചിത്രത്തിന് ഗുളിക കൊണ്ടുപോയ ആളിൻ്റെ നാട് കൂടിയാണ് പത്തനംതിട്ട. കോടതിയാണ് അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സ്ഥിരീകരണം. കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. കോടതിയാണ് അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. ഒരു കേസുകൾ നിങ്ങൾ സമ്മതിക്കാറില്ലല്ലോ. പാർട്ടി കോടതിയിലാണല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്ന ഘട്ടം, ആ ഘട്ടത്തിൽ ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത തരത്തിൽ അതിവേഗം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനം പാർട്ടി നേതൃത്വം കൈക്കൊണ്ടു. ഗോവിന്ദൻ മാസ്റ്റർ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പത്മകുമാറിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്നപ്പോൾ ആരോപണം എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതിനെതിരെ വ്യക്തമായ തെളിവുണ്ട്. ഈ വിഷയം ഉയർന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി. സമാന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ MLA CPM-ന്റെ കൊല്ലം MLA ആയ M മുകേഷിനെതിരെ എന്ത് നടപടിയാണ് ഈ CPM നേതൃത്വം കൈക്കൊണ്ടത്? പോലീസ് അന്വേഷിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പരിശോധിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ആ കുറ്റപത്രം കോടതിയിൽ നിലനിൽക്കുകയാണ്. അത്തരത്തിൽ കുറ്റക്കാരനാണ് എന്ന് M മുകേഷിനെതിരെ സമർപ്പിച്ച സാഹചര്യത്തിൽ പോലും എന്ത് നടപടിയാണ് സമാന സാഹചര്യത്തിലുള്ള CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ MLA ആയിട്ടുള്ള M മുകേഷിനെതിരെ സ്വീകരിച്ച ഒന്നാമത്തെ ചോദ്യം. മത്സരിച്ച് തോറ്റ നമുക്ക് വളരെ കൃത്യമായി അറിയാം. അതല്ല, M മുകേഷിനെതിരെ ആയാലും M വിൻസെന്റിനെതിരെ ആയാലും എൽദോസിനെതിരെ ആയാലും ഒക്കെ ഉണ്ടാകുന്ന ആരോപണമാണ്. ആ കുറ്റാരോപിതർ ആ അർത്ഥത്തിൽ നിയമ സംവിധാനങ്ങളിലൂടെയാണ് ഇത് വ്യക്തമാകേണ്ടത്. പക്ഷേ അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വിഷയം വിവാദമാവുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തത് ഓഡിയോ അടക്കം പുറത്തു വരികയും അത് അദ്ദേഹം നിഷേധിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ്. ഒരു കൊലപാതകം നടന്നു എന്ന് പറയുന്നതും ഈ ക്യാമറയുടെ മുമ്പിൽ വെച്ചൊരു കൊലപാതകം നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറയാം, മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു.